ഹാർലി ഡേവിഡ്സന്റെ ബൈക്കാണ് നമുക്ക് കാണാൻ നല്ല അടിപൊളി റെഡ് കളർ BMW ബൈക്ക്, പച്ച കളറിലെ BMW ബൈക്ക് പേളേണ്ടി വന്നിരിക്കുകയാണ്. ഒരു യൂറോപ്യൻ കൺട്രിയിൽ വന്ന് നിന്ന ഒരു പ്രതീതിയാണ്. നോക്കിക്കേ എന്തോരം ഫ്ലവറുകളല്ല, ഫുള്ള് ഫ്ലവർ അവിടെ അല്ലേ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ പേൾ ഐലൻഡ് കാണാൻ വേണ്ടിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ പേൾ ഐലൻഡ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ദോഹയുടെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ പേൾ ഐലൻഡ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ പേൾ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ദോഹയുടെ മറ്റൊരു അട്രാക്ഷനാണ് പേൾ ഐലൻഡ്. ശരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്കറിയാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് സിറ്റി സെൻറ്ററൊക്കെ കാണാൻ പറ്റും. ദോഹ സിറ്റി സെൻറ്ററിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന ദോഹയുടെ ഒരു സിറ്റി ഡ്രൈവാണ്. അതേപോലെ തന്നെ പേൾ ഐലൻഡിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് എന്ത് ഭംഗിയല്ലേ, എന്ത് അടിപൊളിയായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണെന്നാണ് ശരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ സൗദിയിൽ നിന്നാണ് ദോഹയിലേക്ക് വന്നത്, കാർ വഴിയാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സൗദിയിൽ നിന്ന് ദോഹയിലേക്ക് വരാമെന്ന് കാണണമെങ്കിൽ നമ്മുടെ ചാനലുണ്ട്, ഇതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദോഹയുടെ കുറേ വീഡിയോസുകളൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദോഹയുടെ കുറേ പകലത്തെ കാഴ്ചകളും രാത്രിയിലെ കാഴ്ചകളും ഒക്കെ ചേർത്തിട്ട് കുറേ വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രിഡ്ജൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, റോഡിൽ ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ, ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ നോക്കി അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ല ഭംഗിയുള്ള റോഡുകൾ അല്ലേ, നല്ല രസമുണ്ടായിരുന്നു അതുവഴി വണ്ടി ഓടിച്ച് പോകാൻ. ഇവിടുത്തെ റോഡുകളെല്ലാം നല്ല അടിപൊളിയാണ്. നമ്മൾ കൂടുതലും റോഡ് ട്രിപ്പുകളാണല്ലോ വെക്കാറുള്ളത്. അപ്പം നമ്മൾ GCC മൊത്തം ട്രാവൽ ചെയ്തിട്ട് നമുക്ക് എല്ലാ രാജ്യങ്ങളിലെ റോഡുകൾ നമുക്ക് നല്ല ഇഷ്ടമാണ്. ദുബായിയുടെ അടിപൊളിയാണ്, സൗദി അറേബ്യയുടെ അടിപൊളിയാണ്, ദോഹയുടെ അടിപൊളിയാണ്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല നല്ല ബിൽഡിങ്ങുകളുടെ കാഴ്ചകളും ഒക്കെ അടിപൊളിയാണ്. ഇതുപോലെ റോഡ് ട്രിപ്പുകളൊക്കെ ചെയ്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ തീർച്ചയായിട്ടും പോകണം. ഞാൻ എല്ലാ പ്രാവശ്യം അങ്ങനെ പറയാറുണ്ട്. ശരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വണ്ടിയെടുത്ത്, നമ്മുടെ സ്വന്തം വണ്ടിയെടുത്ത് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യണം. എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ദോഹയിൽ നിന്ന് കിട്ടിയിരുന്നത്. നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നമുക്ക് ഈ ടണലിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നോക്കി അടിപൊളിയല്ലേ, നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ റിയാദിൽ ഇതുപോലെ ഒരു ടണലുണ്ട്, അടിപൊളിയാണ്. ശരിക്കും നോക്കിക്കേ എന്ത് രസമല്ലേ, എന്ത് നീളമായിരുന്നെന്ന് പറയും. കുറേ അവർ ആ ഒരു ഫുള്ള് ആരൊക്കെ കൊടുത്ത് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് കാണിച്ചിട്ടുണ്ട്. കുറേ ലൈറ്റുകളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോ യാത്രയിൽ ഓരോ രാജ്യത്തൊക്കെ പോകുമ്പോഴും ഇതുപോലെ നമുക്ക് ടണലിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ കാർ കൊണ്ട് പോയിട്ടുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ലക്ഷറി കാറുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നോക്കി എന്താ ഭംഗി, നോക്കി എന്ത് രസമുണ്ടല്ലേ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറേ ലക്ഷറി കാറുകൾ നമുക്കിവിടെ കാണാൻ പറ്റിയിരുന്നു, കുറേ കണ്ടിരുന്നു ഞങ്ങൾ. അതേപോലെ തന്നെ നോക്കിക്കുക എന്ത് ഭംഗിയാന്ന് നോക്കിക്കുക, ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ആകാശത്ത് മുട്ടി നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. വീണ്ടും നമുക്കൊരു ടണൽ കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ആ ടണലിൽ കൂടെ കയറുകയാണ്. അങ്ങനെ വീണ്ടും നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റിയിരിക്കുകയാണ്. നോക്കി എന്ത് ഭംഗിയല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഈ റോഡിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, കുറേ സംഭവങ്ങളൊക്കെ ആ റോഡിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരായിരിക്കും.
എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. റോഡിൻ്റെ 2 സൈഡിലുള്ള ടവറുകളാണ് നോക്കി, അത് ഒരേപോലെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിലൂടെ ഒരു കേബിൾ ലൈൻ പോലത്തെ ഒരു സംഭവം, നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് പോലത്തെ ഒരു ബ്രിഡ്ജൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. റിയാദിൽ ഇങ്ങനെ ഒരു ബ്രിഡ്ജുണ്ട്, ഹാങ്ങിങ് ബ്രിഡ്ജ്, അതേപോലെ തോന്നി നമുക്കത് കണ്ടിട്ട്. നമ്മൾ നേരെ ആ ഒരു പേ ലൈനിലേക്ക് കടക്കുകയാണ്. നോക്കി എന്ത് ഭംഗിയാണ്, ഇത്രയും നേരം നമ്മൾ കണ്ട പോലെ അല്ലല്ലോ, നല്ല വ്യത്യാസമായില്ലേ. ശരിക്കും അടിപൊളിയാണ് ഈ ഒരു സ്ഥലം. പേൾ ഐലൻഡിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. പേൾ ഐലൻഡ് എന്ന് പറയുന്നത് ഖത്തറിലെ ഒരു ലക്ഷറി റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റാണ്. ദോഹയിലെ വെസ്റ്റ് ബേ ഏരിയയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത ഐലൻഡാണ് പേൾ ഐലൻഡ്. ഇതിൻ്റെ മറ്റൊരു പേര് പേൾ ഖത്തർ എന്നാണ്. ഭയങ്കര ശാന്തമായ ഒരു സ്ഥലമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ ഒരേ രീതിയിലും ഒരേ ഷേപ്പിലും ഒക്കെയാണ് പണിതിരിക്കുന്നത്. ഖത്തറിലെ ഈ പേൾ ഐലൻഡ് എന്ന് പറയുന്ന ഒരു വലിയ സിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അത് കൂടാതെ റെസിഡൻഷ്യൽ പ്രോജക്റ്റും ബിസിനസ്സിനും ടൂറിസത്തിനും വേണ്ടി നിർമ്മിച്ച ഒരു പ്രോജക്റ്റാണിത്. പേൾ സിറ്റി മറ്റു സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഖത്തറിലെ വിദേശികൾക്ക് സ്വന്തം പേരിൽ പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും. ഈ ഒരു പദ്ധതിയിലൂടെ ധാരാളം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ആർക്കിടെക്ചർ ഡിസൈൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ കോസ്റ്റൽ സിറ്റീസിൻ്റെ രീതിയിലാണ്. അങ്ങനെ നമ്മൾ പേൾ ഐലൻഡിൻ്റെ മെയിൻ ഏരിയയിലേക്ക് കിടക്കുകയാണ്. 21 ബിൽഡിംഗ് ഉണ്ട് ഈ ഒരു പേൾ ഐലൻഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ കണ്ടു ഒരു റൗണ്ട് ഷേപ്പിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. രാത്രിയിൽ അതിനകത്ത് ഒരു റെഡ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് അതിരിക്കുന്നത്. 21 ടവറുകളുണ്ട് അത് മൊത്തം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം പാർക്കുകളും ഗ്രീൻ സ്പേസുകളൊക്കെ ഉണ്ട്. ധാരാളം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പേൾ ഐലൻഡിൽ ധാരാളം വൈവിധ്യമാർന്ന ലക്ഷറി വില്ലാസുകളും അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റുകളും സ്റ്റുഡിയോ റൂമുകളും ഒക്കെയുള്ള റെസിഡൻഷ്യൽ യൂണിറ്റുകളുണ്ട്. സ്കൂളുകൾ, ക്ലിനിക്കുകൾ, ഹോട്ടലുകൾ, മറീനാസുകൾ, ഷോപ്പിംഗ് മാളുകൾ, റെസ്റ്റോറൻറ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന റോഡിൻ്റെ സൈഡിലെല്ലാം നമുക്ക് കാണാൻ പറ്റും കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള ഫ്ലവറുകളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ പേൾ ഐലൻഡിലേക്ക് കിടക്കുകയാണ്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പേൾ സിറ്റിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പോർട്ടോ അറേബ്യ, ഖാനത്ത് കോർട്ടിയർ, മദീന സെൻട്രൽ, വിവാ ബെഹറിയ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. കയറുമ്പോൾ തന്നെ നമുക്കൊരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു കെട്ടിടങ്ങളുടെ ഒരു കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ എന്തും മനോഹരമായിട്ടുണ്ട് അല്ലേ. പേൾ സിറ്റിക്കുള്ളിലെ ഒരു മെയിൻ സ്ഥലമാണ് പോർട്ടോ അറേബ്യ. ആ പോർട്ടോ അറേബ്യയിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ലക്ഷറി മറീന ആണ്. അതേപോലെ തന്നെ കുറേ ലക്ഷറി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ലക്ഷറി കാറുകൾ ഒത്തിരി കാണാൻ പറ്റി. അതുപോലെ കുറേ ലക്ഷറി ബൈക്കുകളും ഒക്കെ കാണാൻ പറ്റി. നമുക്ക് എന്ത് ഭംഗിയുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കുവാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാം. ഇത് മൊത്തവും പേൾ ഐലൻഡിൻ്റെ ഭാഗങ്ങൾ വരുന്നതാണ്. നമുക്ക് ഈ കെട്ടിടങ്ങളൊക്കെ നോക്കി ശരിക്കും ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്തിരുന്നത്. ഇവിടുത്തെ മെയിൻ റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് പോൾ റെസ്റ്റോറൻറ്റ്. അതൊരു ഫ്രഞ്ച് റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നമുക്ക് ഫ്രഞ്ച് പേസ്ട്രീസും ഡിഷസും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു റെസ്റ്റോറൻ്റ് ആണ് മാറു കൊറിയൻ ബാർബിക്യൂ റെസ്റ്റോറൻറ്റ്. അതൊരു കൊറിയൻ റെസ്റ്റോറൻ്റ് ആണ്. പിന്നുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് ആപ്പിൾ ബീസ്. ഈ കാണുന്നതാണ് ആപ്പിൾ ബീസ്. ഇവിടെ നമുക്ക് ക്ലാസിക് അമേരിക്കൻ ഡിഷസ് ട്രൈ ചെയ്യാൻ പറ്റും. പിന്നുള്ളത് മിഡിൽ ഈസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ്. അറബിക് എന്നാണ് അതിൻ്റെ പേര്. ട്രഡീഷണൽ അറബിക് ഫുഡുകളൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. അതുകൂടാതെ ധാരാളം കഫേസും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഇവിടെ ഉണ്ട്. നോക്കി എന്ത് ഭംഗിയാണ് നോക്കി, ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. രാത്രിയിൽ ഇതുവഴി പോകാൻ നല്ല ഭംഗിയായിരിക്കും. ഈ ലൈറ്റുകളൊക്കെ വന്നു കഴിയുമ്പോഴേ നല്ല രസമുണ്ടാവും. എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ അതുവഴി നടക്കുകയാണ്. ഇവിടെ
ഇവിടെ എല്ലാം നമുക്ക് ധാരാളം ലക്ഷറി ബൈക്കുകളൊക്കെ കാണാൻ പറ്റിയിരുന്നു. ഗോൾഡ് വിങ്ങിൻ്റെ കുറേ ബൈക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ശരിക്കും നോക്കിയാൽ ഒരു യൂറോപ്യൻ രാജ്യത്തിലെ സ്ട്രീറ്റിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കവിടെ കിട്ടിയത്. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന കഫേസും അതുപോലെ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. രാത്രിയിൽ ഇവിടെ നല്ല രസമായിരിക്കും. ഈ കംപ്ലീറ്റ് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴേ നല്ല രസമായിരിക്കും. നമ്മൾ പോയ സമയത്തൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ പാർക്കിംഗ് ഒക്കെ ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പാർക്കിങ്ങിന് വേണ്ടി സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് ആ സ്ഥലം നല്ല ഇഷ്ടപ്പെട്ടു. പേൾ ഐലൻഡിൻ്റെ ഒരു ഭാഗമാണിത്. ഇത് ഹാർലി ഡേവിസിന്റെ ബൈക്കാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്നിന് അടിപൊളി റെഡ് കളർ അല്ലേ? ഭയങ്കര പണ്ട് ഈ നമ്മുടെ 1987 വണ്ടിയാണ്. വിന്റേജ് വണ്ടി ആ സമയത്ത് മൊത്തം ക്രോമ. BMW ബൈക്ക്, BMW ബൈക്ക് നമ്മളിപ്പോഴാണ് കാണുന്നത്. നമുക്ക് ഒരു പച്ച കളറിലെ BMW ബൈക്ക്, അതും BMW. ഓ, കാർബൺ ഫൈബർ. പേൾ ഐലൻഡിൽ വന്നിരിക്കുകയാണ്. ചുമ്മാ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരു യൂറോപ്യൻ കൺട്രിയിൽ വന്ന് നിന്ന ഒരു പ്രതീതിയാണ്. അത്രയ്ക്ക് കിടിലായിട്ടുള്ള കൺസ്ട്രക്ഷനുകളും. നമ്മളൊരു യൂറോപ്യൻ കൺട്രിയിൽ നടക്കുന്ന പോലെയാണ് നമുക്കിവിടെ വന്നിട്ട് ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് പേൾ ഐലൻഡ്. ഇതൊക്കെ ഖത്തറിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥലത്തൊക്കെ വരണം കേട്ടോ, ഒന്ന് കാണണം. അത്രയ്ക്ക് അടിപൊളിയാണ്. കിടിലം ബൈക്കുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നുവരെ കാണാത്ത കുറേ ബൈക്കുകൾ, BMW ബൈക്ക് വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റി. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ബാക്കിലൊക്കെ അപ്പം നമ്മളിതാ പേൾ ഐലൻഡിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. വളരെ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. അത് എവിടെയല്ലേ നോക്കിക്കേ, എന്തോരം ഫ്ലവറുകളത്. ഫുള്ള് ഫ്ലവർ അവിടെ അല്ലേ? നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി വൈകുന്നേരം ഇങ്ങനെയൊക്കെ നടക്കാൻ നല്ല രസം ഇതുവഴി കൂടെ. നോക്കി എല്ലാ വലിയ ബിൽഡിങ്ങുകളൊക്കെയാണ് നോക്കി. നമ്മളിനി പോകുന്നത് പേൾ സിറ്റിയുടെ മറ്റൊരു അട്രാക്ഷനായിട്ടുള്ള വിവ ബെഹറിയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അത് ശരിക്കും പ്രൈവറ്റ് ബീച്ചൊക്കെ ആയിട്ട് മൊറോക്കൻ ശൈലിയിലുള്ള ഒരു കെട്ടിടങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. നമുക്ക് ദോഹ കോർണിഷിൽ ഇരിക്കുമ്പം നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ഒരു ബിൽഡിങ്. പേൾ ഐലൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ബിൽഡിംഗ് നമ്മൾ ആദ്യം കാണിച്ചിരുന്നല്ലോ, നല്ല 21 ടവറുകളുള്ള ആ ഒരു ബിൽഡിംഗ്, അത് ഇവിടെയാണ് വരുന്നത്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നത് പേൾ ഐലൻഡിലെ വിവ ബെഹറിയാണ്. വളരെ മനോഹരമായ രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. മൊറോക്കൻ ശൈലിയിലാണ് ഈ ഒരു കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു ഷേപ്പ് നോക്കി, ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 21 ടവറുകളുണ്ട് ഇവിടെ. അതുകൂടാതെ ഇവിടെ നടുക്ക് 2 ടവറുകൾ കൂട്ടി നിർമ്മിച്ചിട്ടൊരു ഗേറ്റ് പോലെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. ഇത് രാത്രിയിലാവുമ്പോൾ ഇതിൻ്റെ മുകളിൽ ആ ഒരു റൗണ്ട് പോലെ ഇരിക്കുന്ന സംഭവം കണ്ടോ, അതിന് റെഡ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ദോഹ കോർണിഷ് വെച്ചിട്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഭംഗി രാത്രിയിൽ കണ്ടിരുന്നു. നോക്കി ആ മുകളിൽ കണ്ട ആ ഒരു റൗണ്ട് ഷേപ്പ് ഇരിക്കും. ഇതിൽ റെഡ് ലൈറ്റ് കൊടുക്കും രാത്രിയിൽ.
രാത്രിയിൽ. നല്ല ഭംഗിയാണ് ഇതിന് കാണാനായിട്ട്. നോക്കി എന്ത് രസമല്ലേ കാണാനായിട്ട്. 21 ടവറുകളുണ്ട്. ഇതിൻ്റെ നടുക്കിരിക്കുന്ന അതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഒരു ഗേറ്റ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. നോക്കി ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു എൻട്രൻസ്. ഒരു ഗേറ്റ് പോലെയാണ് അതിരിക്കുന്നത്. ഇതിൻ്റെ നടുക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് ബീച്ചാണിത്. നമുക്ക് ഇവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം, പക്ഷേ ഈ ഒരു ബീച്ചിനകത്ത് ഇറങ്ങാൻ പാടില്ല. 24 hours സെക്യൂരിറ്റി പ്രൊട്ടക്ഷനുണ്ട്. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ശാന്തമായിട്ട് ഫീൽ ചെയ്തിരുന്നു ആ ഒരു സ്ഥലം. രാത്രിയിൽ ഇതിൻ്റെ മുകളിൽ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മളിതിൻ്റെ രാത്രി കാഴ്ചകൾ നമ്മൾ വരും വീഡിയോയിലൊക്കെ കാണും. എന്തായാലും ഭയങ്കര ഭംഗിയായിട്ടുണ്ട് അല്ലേ, എന്ത് രസമാണ് ശരിക്കും. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഭംഗി നോക്കിക്കുക. ശരിക്കും ഇവിടെ നിന്ന് നിൽക്കുമ്പോഴാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻ്റൊക്കെ വരുന്നത് ഏകദേശം 8,000 മുതൽ 20,000 ഖത്തർ റിയാലാണ്. മൊത്തം ബിൽഡിങ്ങിന്റെ ഭംഗി നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്ഥലത്താണ്. അതിവിടെ താമസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള പ്രൈവറ്റ് ബീച്ചാണ്. പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അടിപൊളി. ഇവിടെ നമുക്ക് കുറേ ബൈക്ക് റൈഡേഴ്സിനെ കാണാൻ പറ്റി, കുറേ ലക്ഷറി വണ്ടികൾ നമുക്ക് കാണാൻ പറ്റി. ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ടെസ്ല കാണാൻ പറ്റി. ഇതേ കാണുന്നതാണ് ടെസ്ല. രണ്ടും മക്കൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്ക് വണ്ടിപ്രാന്തന്മാരാണ് അവന്മാർ രണ്ടുപേരും. അപ്പോൾ അവർക്ക് രണ്ടാൾക്ക് ടെസ്ല കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ലക്ഷറി കാറുകളുടെ ചാകരയായിരുന്നു ഈ ഒരു സ്ഥലത്ത്. ഫുള്ള് ലക്ഷറി കാറുകളും ബൈക്കുകളുമാണ് നമുക്കിവിടെ വന്നിട്ട് കൂടുതലും കാണാൻ പറ്റിയത്. നമ്മുടെ ചാനലിൽ നമ്മൾ ലക്ഷറി കാറുകളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണേ. സൗദി അറേബ്യയിൽ ഒരു കാർ എക്സിബിഷൻ നടത്തിയിരുന്നതാണ്. ആ സമയത്ത് നമ്മൾ എടുത്തിരുന്ന ഒരു വീഡിയോ ആണ്. ഫുള്ള് ലക്ഷറി കാറുകളാണ് ആ ഒരു വീഡിയോയിലുള്ളത്. ഇതാ നമ്മുടെ മുന്നിൽ റോൾസ് റോയ്സ് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയൊക്കെ നേരിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. ഈ ലക്ഷറി കാറുകൾ കാണാൻ പറ്റി. ഫെറാറി, BMW, ഓഡി, അതേപോലെ തന്നെ ഡിഫൻഡർ എന്ന് പറഞ്ഞ വണ്ടി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിഫൻഡറൊക്കെ കാണാൻ പറ്റി. ഒത്തിരി വണ്ടികൾ നമുക്കിവിടെ കാണാൻ പറ്റി. എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അത് നമ്മൾ ഈ പേൾ ഐലൻഡ് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് വരും വീഡിയോയിലാണ് അതിൻ്റെ കാഴ്ചകൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.